വെൽക്കം ബാക്ക്. അപ്പം എന്നാണ് കേട്ടോ കല്യാണം, നമ്മളെ കല്യാണത്തിൻ്റെ വീഡിയോസാണ്. ഏതാ കുറേ വീഡിയോസൊന്നും ഇല്ല, ഭയങ്കര തിരക്കാകാരം. അപ്പോൾ കുറച്ചൊരു വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും ഉൾക്കൊള്ളു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. അതുകൊണ്ട് ഞാനും സുലും പാപ്പും ഒരേ പോലത്തെ, സോനി വേറെക്കാറ്, ഇക്ക വൈറ്റ്. അപ്പോൾ ഇതാണ് വീഡിയോ ഫോട്ടോസ്. റീനോ അങ്ങോട്ട് നോക്കാം, അതായത് നോക്കുന്ന എവിടെ എവിടെ പോകുന്നതോടുകൂടി നാളത്തെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഒരു പുതിയ സൂര്യനും ഒരു പുതിയ ചന്ദ്രനും ഒരു പുതിയ ആകാശവും ഉണ്ടാവില്ല. ഇവരുടെ ശീലങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. അവരിക്കാലം അത്രയും നേടിയെടുത്തിട്ടുള്ള സംസ്കാരം അവരുടെ കൂടെ ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം രണ്ടുപേരും പെരുമാറുന്നത്. കോംപ്രമൈസ് ആവശ്യമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. സാധാരണ പറയാറുണ്ട്, രണ്ട് ജനൽപ്പാളിയും തുറന്നിടണം എന്ന് പറയുന്ന ഭാര്യയും രണ്ട് ജനൽപ്പാളിയും അടച്ചിടണം എന്ന് പറയുന്ന ഭർത്താവും. ഒരു ജനൽപ്പാളി തുറന്നും ഒരു ജനൽപ്പാളി അടച്ചും കിടന്നുറങ്ങുന്നതിന്റെ പേരാണ് വിവാഹം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് വളരെ അനിവാര്യമാണ്. ആ അഡ്ജസ്റ്റ്മെന്റ് എത്രമാത്രമുണ്ടോ, ആ കോംപ്രമൈസ് എത്രമാത്രമുണ്ടോ, അതിനനുസരിച്ച് വിവാഹം മംഗളമാവും. വിവാഹം, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരേ സമയം പട്ടുമെത്തയാണ്, അതോടൊപ്പം തന്നെ മുൾക്കിരീടവുമാണ്. ആരാണ് പട്ടുമെത്തയാക്കേണ്ടത്, ആരാണ് മുൾക്കിരീടമാക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇവര് രണ്ടുപേരും തന്നെയാണ്. അതിനനുയോജ്യമായ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഇവർക്ക് നൽകേണ്ടതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ഒരു അപകടത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു. അവ സ്വഹാബികൾ കേട്ടതോടുകൂടി സ്വഹാബികള് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഓടി. എന്നിട്ട് ചോദിച്ചു, സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സൂക്ഷിച്ചു വെക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തത്, ഖൽബൻ ശാക്കിറൻ, നിങ്ങള് നന്ദിയുള്ള ഒരു ഹൃദയം, അതാണ് ചോരയും നീരുമായി അധ്വാനിച്ചിട്ടുള്ള ഉപ്പയും ഉമ്മയും. നിങ്ങളെ വിവാഹത്തിലൂടെ അവര് ദുഃഖിക്കാൻ പാടില്ല, അവർ സങ്കടപ്പെടാൻ പാടില്ല. വിവാഹത്തിന് ശേഷമുള്ള റിനുവിന്റെ സംസാരം, വിവാഹത്തിന് ശേഷമുള്ള അനസിന്റെ സംസാരം മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ കണ്ണു നരയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വളരെ മാന്യമായി ഇതിനേക്കാൾ നല്ല രൂപത്തിൽ അവരോട് പെരുമാറി അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഈ പ്രാർത്ഥന വിവാഹം കഴിഞ്ഞതിന് ശേഷം, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഉരുവിടുക, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മഹറായി ഇവിടെ നിശ്ചയിച്ച് നൽകുന്നത് ഒരു സ്വർണ്ണാഭരണമാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഈ വധൂവരന്മാരുടെ മുഹമ്മദ് അനസ് കണ്ടത്തൊടി ഹൗസ്, സൺ ഓഫ് കമ്മുക്കോയ, ഒളവണ്ണ, കോഴിക്കോട് ആണ് വരൻ. വധു ഫഹീമ റിനു, പനയത്തൊടി, ഡോക്ടർ ഓഫ് മിർഷാദ് പി, കളങ്കുന്ന് മമ്പാട് പിഒ ആണ് വധു. മഹറായി സ്വീകരിക്കുന്നത് സ്വർണ്ണാഭരണമാണ്. സർവശക്തനായ അല്ലാഹു ഇവരുടെ വൈവാഹിക ജീവിതവും ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും ഏറെ സന്തോഷകരവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിട്ട അനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് നിർവഹിക്കുന്ന ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് രണ്ടുപേർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
എല്ലാ അർത്ഥത്തിലും കുടുംബത്തിനും നാടിനും നാട്ടാർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന നല്ല സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധത്തിൽ നിന്ന് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും അഡ്ജസ്റ്റ്മെന്റിന് വിധേയമായി, കോംപ്രമൈസിന് വിധേയമായി, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സ്വർഗം നേടാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങളുമായി ദാമ്പത്യ ജീവിതം നടത്താൻ, വൈവാഹിക ജീവിതം നടത്താൻ, കുടുംബജീവിതം നടത്താൻ ഇവരെ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. എൻ്റെ മകൾ ഫഹീമാവിനെന്നവളെ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. താങ്കളുടെ മകൾ ഫഹീമാവിനെന്നവളെ താങ്കൾക്ക് വിവാഹം ചെയ്തുകൊണ്ട് ഈ മഹരം നൽകിക്കൊണ്ട് بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير.
തോട്ടത്തിലോട്ടാ. അപ്പോൾ കേസ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോകാട്ടോ. അപ്പോൾ എല്ലാവരും കരച്ചിലും ബീച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ പോയി. അപ്പോൾ ഞങ്ങളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് അവളെ കോഴിക്കോട് കൊണ്ടുപോയി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയാണ്ട് ഒരു വണ്ടിക്ക് ആൾക്കാർ പോയാണ്ട് അവളെ ഏൽപ്പിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ അന്ന് വല്ലാതെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കല്യാണ വീഡിയോ ഓൾമോസ്റ്റ് ഞാൻ അത്യാവശ്യം കവർ ചെയ്തിരിക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ കാണാം. ഓക്കെ, ഇങ്ങനെ കേസ് ഞങ്ങളിത് അവിടെ ഒളവണ്ണ എത്തി. രാത്രി ആയിട്ടോ 7 മണിയൊക്കെയാണ് ഞങ്ങൾ ഒളവണ്ണ എത്തുന്നത്. രാത്രി കല്യാണമാണ് ഇപ്പോൾ. മതി.